ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ കുറെ ദിവസമായിട്ട് ആലോചിക്കണം കേട്ടാ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചാലോന്ന്. ഇന്നപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ ബൈക്ക് മേടിക്കാം. ഞാൻ പക്ഷേ മേടിക്കാൻ പോണതേ സാധാരണ ബൈക്കല്ല, അതൊരു സൂപ്പർ ബൈക്കാ. സാധാ ബൈക്ക് പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അത് ഈ കാണുന്ന റോയൽ എൻഫീൽഡ് 100 ആണേ. സാധാ ബൈക്ക് വേണ്ട, നമുക്ക് സൂപ്പർ ബൈക്ക് മേടിക്കാം. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, സൂപ്പർ ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവാ. മുന്നേ എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് സൂപ്പർ ബൈക്ക് മേടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏതെങ്കിലും ഷോറൂമിലേക്ക് വന്നേക്കാ. ഈ കാണുന്ന ഷോറൂമിൽ ഇഷ്ടം പോലെ സൂപ്പർ ബൈക്ക് ഉണ്ട്. നമുക്കതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം, നല്ലത് നോക്കി സെലക്ട് ചെയ്യാം, എന്നിട്ട് അതങ്ങ് പർച്ചേസ് ചെയ്യാം. ഇവിടെ പിന്നെ നിഞ്ചയൊക്കെ ഉണ്ട്. നമുക്ക് നിഞ്ച വേണ്ട, വേറെ ബൈക്ക് ഉണ്ട്. ഇവിടെ വേറെയും ഇഷ്ടം പോലെ ബൈക്കൊക്കെ ഉണ്ട്. ഈ ഹയാബൂസ കുഴപ്പമില്ല ഏട്ടാ, നമുക്കപ്പോൾ ഈ കാണുന്ന ഹയാബൂസ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളെങ്ങനെ ആ ബൈക്ക് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ആ ബൈക്കിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാൻഡ് ന്യൂ ബൈക്ക്. ഈ ബൈക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ ബൈക്കില്ലേ, അത് ചുവപ്പ് കളറിലാണ് കിട്ടിയേ. എനിക്ക് പിന്നെ എന്താണാവോ ചുവപ്പ് കളർ അത്രയ്ക്ക് ഇഷ്ടമായില്ല. നമുക്ക് ഈ ബൈക്കിൻ്റെ കളർ മാറ്റാം, കൂട്ടത്തിൽ ഈ ബൈക്ക് മോഡിഫൈയും ചെയ്യാം. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ബെന്നി എൻ്റെ ഫ്രണ്ടാണ്. അവൻ പിന്നെ എല്ലാ വണ്ടികളും പെടായിട്ട് മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം, എന്നിട്ടത് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്ക് ആദ്യമേ ഈ ബൈക്കിൻ്റെ കളർ മാറ്റാം, കളറ് ബ്ലാക്ക് കൊടുക്കാം. ഇപ്പം നമ്മുടെ വണ്ടി കാണാൻ നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയുമില്ല. ഈ വണ്ടിയുടെ വിൻഷീൽഡ് ഇല്ലേ, അതിൻ്റെ കളറും മാറ്റാം, അതും ബ്ലാക്ക് കളർ ടിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ ചെയ്യണ്ടേ, അലോയ്സ് മാറ്റണ? അലോയ്സ് ഒന്നും മാറ്റണ്ട. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം, സ്മോക്കിൻ്റെ കളറ് റെഡ് കൊടുക്കാം, അത്ര മതി. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. അല്ല, ഇതെന്തത്, പുറത്ത് ഭയങ്കര മഴയാണല്ലോ. എന്തെങ്കിലും ആട്ടെ, മഴ പെയ്താലും കുഴപ്പമില്ല, മഴയത്ത് വണ്ടി ഓടിക്കാനേ നല്ല രസമുണ്ടേ. ഞാൻ പിന്നെ ഈ ബൈക്കിലേ നൈട്രോയും വെച്ചിട്ടുണ്ട്. നൈട്രോ വെച്ച കാരണം വണ്ടി നല്ല സ്പീഡിൽ പോവുണ്ട്. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ ഗൈസ്? അതെ, നൈസായിട്ട് പണി പാളിട്ടാ. മഴയത്ത് എൻ്റെ ബൈക്ക് ചെറുതായിട്ട് സ്ലിപ്പായി. ഞാൻ അറിയാണ്ട് ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. എടാ ജാക്കേ, നീ ഒന്നൊരു പണി കാണിച്ചേ. നീ ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നുല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോവാ. എന്തൊട്ട് എന്നെ അറസ്റ്റ് ചെയ്യേ? എന്നാ പിടിച്ചോ, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കണ്. നിങ്ങൾ ജീവനോടെ ഉണ്ടായാലല്ലേ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, ഒരൊറ്റ പോലീസുകാരും വെറുതെ വിടണ്ട, എല്ലാത്തിനും തീർത്തളയാം. ചാവട അങ്ങോട്ട് ചാവ്. ഇവന്മാരുടെ വിചാരേ എന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ അത് അവരുടെ വെറും തോന്നല. എന്നെ അങ്ങനെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 5 minutes later. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം, നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് പറ്റിയെങ്കിലേ ഈ ബൈക്കില്ലേ, അത് രാജുട്ടന് കാണിച്ചു കൊടുക്കാം. രാജുട്ടന് ഹയാബൂസ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടല്ലോ. ഇതെന്തൊരു വീടാ, ഒരു ചവറ് വീട്. അതെ, ഞാൻ നേരത്തെ ഈ വഴി കൂടെ അല്ലേ പോയേ, വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ട് ഈ വഴി കൂടെ പോയേ. അന്നേരം ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഈ വീട് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നേ. ഇതെന്താ വല്ല മാജിക് ആണോ? ഈ വീട് ഇവിടെ മുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നേ. ഇതാരുടെ വീടാന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യണ്ടേ, നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറണ? ഈ വീട് കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നണില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറി നോക്കി നോക്കാം, എന്നാലും അറിയാൻ പറ്റുള്ളൂ ഇതാരുടെ വീടാന്ന്. ഓക്കെ, നമ്മളങ്ങനെ ഈ വീടിൻ്റെ അകത്ത് കയറിയേക്കാ. എന്നാലും ഇതാരുടെ വീടാ? ഈ വീട് പുറത്തുനിന്ന് മാത്രമല്ല, അകത്തുനിന്ന് കാണാനും ഭയങ്കര ബോറായുണ്ട്. ഈ വീട് പിന്നെ പെയിന്റ് അടിച്ചിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ ആരണോ താമസിക്കണേ? ഈ വീട്ടിലിപ്പോൾ ആരെയും കാണാനില്ല. ഹലോ, എനിബഡി ഹിയർ? ഇവിടെ പിന്നെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്.
ഇത് പിന്നെ ഇവിടുത്തെ ഡൈനിങ് റൂമാ. ഒരു വലിയ ഡൈനിങ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേതാ റൂം? ആ, ഇത് ഇവിടുത്തെ കിച്ചണാ. ഒരു പഴയ കിച്ചണാ. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് കയറാം. ഇവിടെ സൈഡിൽ ഒരു റൂമൊക്കെ ഉണ്ട്. ആ, ഇത് പിന്നെ ബാത്റൂമാ. അല്ല, ഇതെന്തത്? വാഷ് ബേസിനിൽ ചോരയൊക്കെ ഉണ്ടല്ലോ. വാഷ് ബേസിനിൽ മാത്രമല്ല, ഇവിടെ ക്ലോസറ്റിലും ബാത്തബിലും ചോരയുണ്ട് കേട്ടാ. അതെ, ഈ വീട് അത്ര ശരിയില്ല. ഈ വീട്ടിൽ ആരണോ താമസിക്കണേ? ഈ വീട്ടിൽ പക്ഷേ ആരെയും കാണാനില്ല. ഈ വീട്ടിലുള്ള ആൾക്കാർ എവിടെയാണാവോ? നമുക്കിനി അവരെ കണ്ടുപിടിക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതിൽ എല്ലാ മോഡും കിട്ടും. ഗൈസ്, ഇത് കണ്ടില്ലേ? ഈ വീട്ടിൽ ഒരു ബേസ്മെൻറ്റും ഉണ്ട്. നമുക്ക് അടിയിലേക്ക് ഇറങ്ങി നോക്കി നോക്കാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്തത്? ഈ വീട്ടിൽ മൊത്തം ചോരക്കളിയാണല്ലോ. അതെ, ഈ സ്ഥലം അത്ര ശരിയല്ലട്ടാ. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അതായിരിക്കും നല്ലത്. I see you. എന്തുട്ട്? ഐ സി യുന്നാ? അയ്യോ, ഇതാ മറ്റേ ഗ്രാനി അല്ലേ? നമ്മളപ്പോ ഗ്രാനിയുടെ വീട്ടിലേക്കാണോ വന്നേ? ആ, ബെസ്റ്റ്. നൈസായിട്ട് പണിപ്പാളിട്ടാ. നമ്മള് ഗ്രാനിയുടെ വീട്ടിലേക്ക് കയറിയേ. എടാ ജാക്കേ, നീ എന്ത് ധൈര്യത്തിലാടാ നിന്റെ വീട്ടിൽ കയറിയേ? ഇനിയിപ്പോ ഞാനേ നിന്നെ വെറുതെ വിടില്ല. ഇന്ന് മിക്കവാറും നിന്റെ കാര്യത്തില് ഒരു തീരുമാനമാവും. നിന്നെ ഞാനേ കടിച്ചു തിന്നും. എന്തുട്ട്? കടിച്ചു തിന്നുന്നാ? ഈ ഗ്രാനി എന്തൊക്കെയാ പറയണേ? അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഗ്രാനിനെ അങ്ങ് തീർത്തളയാം. എന്നാ പിടിച്ചോ, ചാവടി ഇങ്ങോട്ട്. ഓക്കെ, ഗ്രാനിയുടെ കാര്യത്തിൽ തീരുമാനമായി. നമുക്കിനി ഇവിടെ നിന്ന് പോവാട്ടാ. എന്നാലും ഇത് ഗ്രാനിയുടെ വീടാന്ന് എനിക്കറിയണ്ടായിരുന്നില്ലേട്ടാ. നമ്മൾ പക്ഷെ ഗ്രാനിനെ കൊന്നു. ഈ ഗ്രാനി പക്ഷെ അത്ര പെട്ടെന്ന് ചാവില്ല. അത് വീണ്ടും റീസ്പോൺ ആയിട്ട് വരെ. അതാണ് പ്രശ്നം. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. എന്നാലും ഏത് നേരത്താണാവോ ആ വീട്ടിലേക്ക് കയറാൻ തോന്നിയേ? ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. നമുക്ക് ഈ ബൈക്കില്ലേ, അത് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നാട്ടിൽ പിന്നെ കള്ളന്മാരുടെ ശല്യം കൂടാണ്. ആരെങ്കിലും ഈ ബൈക്ക് അടിച്ചു മാറ്റും. അതിപ്പോൾ ഏതായാലും വേണ്ട. നമുക്കിത് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ജിമ്മൊക്കെ ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാം. ഈ സ്ഥലം കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. മോഡ് വേണ്ടവർ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.